നമസ്കാരം പേടികളെ, എന്തൊരു വിശേഷം? സുഖല്ലേ? കാന്താരിസിൻ ചാക്കോച്ചിയാണ്. നമ്മളൊരു പുതിയ ഡിഷുമായിട്ട് വന്നിരിക്കുക. ക്രിസ്മസ് ഒക്കെ അടുത്തില്ലേ, അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിളിച്ചു. നമ്മളിന്ന് ചങ്ങനാശ്ശേരി ആലപ്പുഴക്കാരുടെ ഒരു വ്യത്യസ്തമായിട്ടൊരു കറിയാണ്. നല്ല അടിപൊളി ഒരു താറാവ് പെർലൻ. താറാവ് പെർലൻ കഴിച്ചിട്ടുണ്ടോ? സംഭവം വെറൈറ്റി ആണ് കേട്ടോ. ഒരുപാട് മസാലകളൊന്നും ഇല്ല, ആവശ്യമില്ലാത്ത സാധനമൊന്നും ചേർക്കാതെ ഒരു ചെറിയൊരു ഡിഷ്, പക്ഷെ സൂപ്പർ സാധനം. കല്യാണം കഴിഞ്ഞപ്പോ അമ്മായിമ്മ വെച്ചതെന്താ ഒന്നും പറയാനില്ല. അമ്മായിമ്മയ്ക്ക് സല്യൂട്ട്. അടിപൊളി കറിയുണ്ട്. അപ്പൊ നിങ്ങളത് കണ്ടുപിടിക്കുന്ന കുറെ ആൾക്ക് അറിയില്ല ഇതിനെ കുറിച്ച്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഡിഷ് നമ്മൾ ചെയ്യാക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടി വന്നാൽ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി വരാം. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: താറാവ്, സവോള, ഉരുളക്കിഴങ്ങ്, ഇഞ്ചി നീളത്തിലരിഞ്ഞത്, വെളുത്തുള്ളി നമുക്ക് നീളത്തിലരിഞ്ഞെടുക്കാം, പച്ചമുളക് ഒരു 6 മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, മല്ലിപ്പൊടി, കറുവപ്പട്ടയും ഏലക്കായും പൊടിച്ചെടുത്തത്, പിന്നെ തേങ്ങാപ്പാൽ, വെളിച്ചെണ്ണ, വേപ്പില, ഉപ്പ്. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1,300 താറാവാണ്. ഈ താറാവ് എടുത്തിട്ട് നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് മേടിക്കുകയാണെങ്കിലും നമ്മൾ ഇതുപോലെ പപ്പ് പറിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് കരിച്ചെടുക്കണം. അതിൻ്റെ തൊലി കരിക്കുമ്പോൾ അതിൻ്റെ നെയ്യൊക്കെ ഒന്ന് ഉരുകി വരും. കാരണം തൊലി പുറം ഉണ്ടെങ്കിലാണ് താറാവിന് കൂടുതൽ ടേസ്റ്റ് വരുള്ളൂ. ചിലർ തൊലി ഇല്ലാതെ വെക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല നെയ്മയം കിട്ടും, നല്ല ടേസ്റ്റ് കൂടും ചെയ്യും. അപ്പോൾ ഈ സാധനം നമ്മളിതുപോലെ സ്റ്റൗവിൽ വെച്ച് കരിച്ച് ഈ ചെറിയ പപ്പുകളൊക്കെ നമുക്കതുപോലെ എടുത്ത് കളയാൻ പറ്റും. ഇതുപോലെ ഒരു കത്തി വെച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ താറാവ് കണ്ടോ, ഇതുപോലെ പതുക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ പീസാക്കി എടുക്കാം. നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്ക് ഒരു കുക്കറിലേക്ക് ഇടാം. പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്ക് പച്ചമുളക് ഒരു 6 അതിലേക്ക് ആഡ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്ത്, ഇഞ്ചി നമുക്കൊരു കഷ്ണം ഇതുപോലെ തന്നെ ചെറുതാക്കി നീളത്തിൽ അരിഞ്ഞും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് അതിനുശേഷം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ശരിക്കും ഇതിന് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിലിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കറിൽ നമ്മളിത് വെക്കുക. ഒരു 2 വിസിൽ കുക്കറിൽ വെച്ചിട്ട് ഇത് അടിക്കണം കേട്ടോ. 2 വിസിൽ അടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമുക്ക് കിഴങ്ങ്, ഞാൻ ഇവിടെ ഒരു 3 കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ആ 3 കിഴങ്ങ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ സമയം കട്ട് ചെയ്ത് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് മസാല അരക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുരുമുളക് പൊടി ഞാനൊരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ നമ്മൾ നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ 3 കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇവിടെ 4 എടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ട് നമുക്ക് നമ്മുടെ ജാറിൽ ഇട്ട് നമുക്ക് അല്പം വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇതേമാതിരി നമ്മൾ അരച്ചെടുത്തിരിക്കണം. എന്നിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ച്, അതായത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. സവോള അതുപോലെ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പെട്ടെന്ന് ആവട്ടെ, സവോള നമുക്ക് പെട്ടെന്ന് ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് കണ്ടോ ഇതുപോലെ ഒരു ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. 2-3 കഷ്ണം വെളുത്തുള്ളിയും ഒരു അല്പം ഇഞ്ചിയും, കുറച്ച് മതി, കുറച്ച് ഇഞ്ചിയും നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, കുറച്ച് പച്ചമുളകും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 6 എടുത്തിട്ടുണ്ടോ, പകുതി ഇട്ടണേ. പിന്നെ കുറച്ച് വേപ്പിലിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കണ്ടോ, ഇതുപോലെ വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പതുക്കെ ആ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ നമ്മുടെ മസാല, അരച്ച മസാല ഉണ്ടല്ലോ, നമ്മൾ കുരുമുളക് പൊടിയും പെരിഞ്ജീരകവും മല്ലിപ്പൊടിയൊക്കെ, അത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതേമാതിരി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേമാതിരി ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് അതിൽ എണ്ണ തെളിയുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാൽ, 2ാം പാൽ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കേട്ടോ, ഇതേമാതിരി കിട്ടും. 2ാം പാൽ നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കി വയ്ക്കുന്നു. പതുക്കെ തീയൊക്കെ ഇതിൽ അധികം ഒരുപാട് തീയിടണ്ട, ഒരു പതുക്കെ ഒന്ന് സ്ലോ ആക്കിയിട്ട് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ താറാവ് കുക്കറിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ താറാവും കിഴങ്ങും ഇതിലേക്ക് ഉണ്ടാവും. ഇതുപോലെ ഇട്ട് കൊടുക്കുക. അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ താറാവ് മാത്രമല്ല കേട്ടോ, ബീഫ് വെക്കാം, ചിക്കൻ വെക്കാം, പിന്നെ നമുക്ക് ഏത് ഇത് വേണമെങ്കിലും വെക്കാം. ഇതിൽ കുഴപ്പമൊന്നുമില്ല. അല്പം നമ്മൾ ചൊറുക്ക ഒഴിച്ച് കൊടുക്കേണ്ട, ഒരു വിനാഗിരി നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ നമുക്ക് ഏലക്കായും കറുവപ്പട്ടയും അരച്ച് നമ്മൾ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ 1ാം പാൽ
നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 പാൽ ഒഴിച്ചു കൊടുത്താണ്ട ഇതുപോലെ ഇളക്കാം. ഇതൊരു പെട്ടെന്ന് എന്ന് പറയുക കറി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണ കുറച്ചും കൂടി വേണമെങ്കിൽ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അധികമല്ല, ഒരു ശകലം കണ്ടോ ഇതേമാതിരി കിട്ടും. അത് ഉപ്പൊന്ന് നോക്കണേ. ഉപ്പ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ഇതേമാതിരി നല്ല നല്ല ഭയങ്കര ടേസ്റ്റ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരിക്കും. ചൊറുക്ക അതുപോലെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ 1 ടേബിൾ സ്പൂൺ ചൊറുക്ക ഒഴിച്ച് കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിന് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ആയി കിട്ടി. ഒരുവിധം നടക്കുകയാണെങ്കിൽ നല്ല വെന്തുടഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. ഈ സാധനം നിങ്ങളുണ്ടല്ലോ അപ്പത്തിൻ്റെ കൂടെ പാലപ്പോ അപ്പോ ഇടിയപ്പം ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ്. കണ്ടില്ലേ, ഒരു 1.5 മുതലാണ് കേട്ടോ. അപ്പം മസ്റ്റായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണേ, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.